വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ കൂടിക്കൂടി വരുന്നു. 17.5 ലക്ഷം ഇന്ത്യക്കാരാണ് 2011 മുതൽ 23 ജൂൺ വരെ പൗരത്വം ഉപേക്ഷിക്കാൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്തതെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ്. ഇതിൽ താരതമ്യേന എണ്ണത്തിൽ കൂടുതൽ മലയാളികളാണ്. ഇന്ത്യ നിലവിൽ ഇരട്ട പൗരത്വം അനുവദിക്കുന്നില്ല. അങ്ങനെ നിയമം നമ്മുടെ രാജ്യത്തില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 9 വ്യവസ്ഥകളും 955 പൗരത്വ നിയമത്തിന്റെ 9ാം വകുപ്പും അനുസരിച്ച് രാജ്യത്ത് ഇരട്ട പൗരത്വം അനുവദനീയമല്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ കുടിയേറിയവരാണ് പൗരത്വം ഉപേക്ഷിച്ചത്. അവരാണ് ഉപേക്ഷിക്കുന്നത്. 2019 1,44,017 ഇന്ത്യക്കാരാണ് പൗരത്വം ഉപേക്ഷിച്ചതെങ്കിൽ 2022 ഈ എണ്ണം റെക്കോർഡ് നിലയിലേക്കാണ് ഉയർന്നത്. 2022 2,25,620 ഇന്ത്യക്കാർ അവസരങ്ങൾ തേടി വിദേശ പൗരത്വം സ്വീകരിച്ചു. ഇവിടുത്തെ പൗരത്വം ഒഴിവാക്കി. അമേരിക്കയിൽ നിന്നുള്ള 71,991 പേരും, കാനഡയിൽ നിന്നുള്ള 60,139 പേരും, ഓസ്ട്രേലിയയിൽ നിന്നുള്ള 40,377 പേരും, UK നിന്നുള്ള 21,457 പേരുമാണ് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. തൊഴിലാളികൾ, പ്രൊഫഷണലുകൾ, വിദഗ്ധർ എന്നിവരുൾപ്പെടെ ഏകദേശം 1,03,00,000 ഇന്ത്യൻ പൗരന്മാരാണ് വിദേശത്ത് താമസിക്കുന്നതെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പാർലമെന്റിൽ സമർപ്പിച്ച രേഖയിൽ വ്യക്തമാക്കുന്നത്. വ്യക്തിപരമായ കാര്യങ്ങൾ കണക്കിലെടുത്ത് ഇവരിൽ പലരും വിദേശ പൗരത്വം സ്വീകരിക്കാനാണ് മുൻഗണന നൽകുന്നത്. ഇന്ത്യൻ പൗരന്മാർക്ക് തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് യാതൊരു നിയന്ത്രണങ്ങളും സർക്കാർ ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അവരിൽ ചിലർ ജോലി ചെയ്യുന്ന രാജ്യത്ത് സ്ഥിരതാമസമാക്കുകയും വ്യക്തിപരമായ കാരണങ്ങളാൽ വിദേശ പൗരത്വം നേടുകയും ചെയ്യുന്നു. ഗൾഫിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നത്. 35,54,000 ആളുകൾ UAE മാത്രം ജോലി ചെയ്യുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന വിദേശ രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ 5 മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളാണ്. 1955 പൗരത്വ നിയമം അത് ഭേദഗതി ചെയ്ത ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ, അതായത് OCI, അങ്ങനൊരു സ്കീം അവതരിപ്പിച്ചത് 2005 ഓഗസ്റ്റിലാണ്. OCIയെ ഇരട്ട പൗരത്വമായി പലരും തെറ്റിദ്ധരിക്കുന്നു. OCI രാഷ്ട്രീയ അവകാശങ്ങൾ നൽകുന്നില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 16 പ്രകാരം ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന അവകാശങ്ങൾക്ക് OCI കാർ അർഹരല്ല. OCI കാർഡുള്ളവർക്ക് ഇന്ത്യ സന്ദർശിക്കുന്നതിന് മൾട്ടിപ്പിൾ എൻട്രി, ലൈഫ് ലോങ് വിസ, ഇന്ത്യയിൽ താമസിക്കുന്നതിന് വിദേശ റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ രജിസ്ട്രേഷനിൽ നിന്ന് ഒഴിവാക്കൽ തുടങ്ങിയ ആനുകൂല്യങ്ങളാണ് OCI കാർഡുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുന്നത്. അങ്ങനെയുള്ളവർക്ക് ആ കാര്യങ്ങൾ OCI കാർഡ് കൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാതെ ഇന്ത്യയിൽ വന്ന് വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും OCI കാർഡ് അനുവദനീയമല്ല.